അമേരിക്ക രണ്ടും നല്ല രൂപത്തിൽ പിരിമുറക്കം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇറാൻ്റെ മധ്യഭാഗത്തിലൂടെയുള്ള വിമാന സർവീസുകളൊക്കെ തൽക്കാലം റദ്ദ് ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു എന്ന വാർത്ത. ഇപ്പോൾ പുറത്തു വന്ന വാർത്തയാണ് ഈ കാണുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ. ഈ പറയുന്ന വാർത്ത എന്താണുള്ളത് നോക്കാം. ഈ അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലേക്കുള്ള ഭൂഗർഭ അറകളിലേക്കുള്ള പാതകൾ അല്ലെങ്കിൽ പ്രവേശന കവാടങ്ങൾ ഇറാൻ സുരക്ഷാ ഏജൻസി അല്ലെങ്കിൽ സുരക്ഷാ സൈന്യം പൂർണ്ണമായും അടച്ചിരിക്കുന്നു എന്നതാണ്. ഇത് വ്യക്തമായി അടച്ചതും അടക്കാത്തതും തുറന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രമേൽ അടിയൊഴുക്ക് സമ്മർദ്ദം വളരെ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പുതിയ സ്റ്റെപ്പുകളാണ് അമേരിക്കയുടെ ഓരോ നീക്കത്തിനനുസരിച്ച് ഇറാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക ആയിരിക്കില്ല ഇത് നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള അമേരിക്കയുടെ സ്വഭാവം. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഓരോ ചവിട്ടുപടിയും കൃത്യമായി അനലൈസ് ചെയ്ത് മെഷർമെൻറ്റ് ചെയ്ത് അതിനനുസരിച്ച് പാകപ്പെട്ട തീരുമാനങ്ങളും അതേപോലെ തന്നെ മുൻകരുതലുകളും എടുത്തുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ മുന്നോട്ട് പോക്കാണ് നമ്മളിപ്പോൾ ഓരോ നിമിഷങ്ങളിലും ഓരോ മണിക്കൂറുകളിലും പുതിയ വാർത്ത എന്നോണം പറയാൻ പറ്റുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് വെച്ചാൽ നിർബന്ധമായി നിങ്ങൾ എന്ത് വില കൊടുത്താലും ശരി ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരിച്ചത് നിങ്ങൾക്കല്ല ലോകത്തുള്ള ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആയത്തുള്ള ഖംനയും അബ്ബാസും മസൂദ് പെഷസ്കിയാനും അബ്ബാസ് അരാജ്കിയും ഇങ്ങനെയുള്ള മുൻനിര നേതാക്കന്മാർ ഒരേ ദിശയിൽ നീങ്ങുമ്പോൾ ഈ ലോകത്ത് അമേരിക്ക ഒരു പകുതിയോളം ചെറുതായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലും പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചു. തുർക്കിയിൽ നിന്നുള്ള മാറ്റം അഥവാ മധ്യസ്ഥ ചർച്ചകളൊക്കെ മാറ്റിയത് ഇറാനെ കീഴ്പ്പെടുന്നു എന്നതിന് യാതൊരു തർക്കമില്ലാത്ത തെളിവുകളാണ്. മാത്രമല്ല ഇറാൻ എന്തൊക്കെ കാര്യങ്ങൾ നീക്കിയാലും അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ആ ഇറാൻ ഭരണകൂടം ഇറാൻ എന്ന രാജ്യത്തെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.